നമ്മുടെ കേരളത്തിലേക്ക് സിദ്ധരാമയ്യ വരുന്നുണ്ട്. ഇത്ര എന്തിനാണ്? മുഖ്യമന്ത്രി ആരാവണമെന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി ലീഗിൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. അപ്പോൾ വി ഡി സതീശനല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. വി ഡി സതീശനാണ് എന്നുണ്ടെങ്കിൽ എലക്ഷൻ കഴിഞ്ഞ റിസൾട്ടിൻ്റെ അന്ന് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടാവും. സുഹൃത്തുക്കളെ, സുൽഫിയാണേ, നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ മാത്രമേ അവകാശമുള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾക്കറിയോ? അഭിപ്രായം പറയാനൊന്നും നിങ്ങൾക്ക് അവകാശമില്ല. അതൊക്കെ കളി വേറെയാണ്, മനസ്സിലായില്ലേ? വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയി വീട്ടിലിരിക്കണം, വേറെ ഒന്നും നിങ്ങൾ പറയാൻ പറ്റില്ല. പിന്നെ മുഖ്യമന്ത്രി ആയിട്ടോ അല്ലെങ്കിൽ വേറെ ആളുകളായിട്ടോ ആഭ്യന്തരമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ മന്ത്രി പോസ്റ്റുകളായിട്ടോ അതിൻ്റെ ഒരു കാര്യം നിങ്ങൾ ഇടപെടാൻ പാടില്ല. അതിനുള്ള യാതൊരു അധികാരം നിങ്ങൾക്കില്ല. ജനങ്ങളോടാണ് പറയണത്, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ പിന്നെ എന്താ, നിങ്ങൾ തന്നെ പറയും. എലക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മാസത്തിൻ്റെ മേലെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു ഇല്ലേ, റിസൾട്ട് വരാൻ വേണ്ടിയിട്ട്. നിങ്ങൾ തന്നെ പറയും, ഒരു മാസത്തിൻ്റെ മേലെ നമ്മൾ ഈ റിസൾട്ടും വെയിറ്റ് ചെയ്തിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. റിസൾട്ട് വന്നിട്ട് ഇതാ 10 ദിവസം ആകാൻ പോവുകയാണ് ഇല്ലേ? ഈ 10 ദിവസമായിട്ടും ഇന്നേ വരെ മുഖ്യമന്ത്രിനെ തീരുമാനിച്ചിട്ടില്ല പറയുമ്പോൾ എന്താണ്? കേരളത്തിലെ ജനങ്ങൾക്ക് പിന്നെ എന്താണ് ഒരു അവകാശമുള്ളത്? കേരളത്തിലെ ജനങ്ങളെ പിന്നെ അവർ വില വെക്കുന്നുണ്ടോ? പിന്നെ എന്ത് അവകാശമാണുള്ളത്? വോട്ട് ചെയ്യാൻ പറയാൻ മാത്രം എല്ലാവരും വരും, എല്ലാവരുടെയും വിളിച്ച് പറഞ്ഞ് എല്ലാ സ്ഥാനാർത്ഥികളും വന്ന് ജനങ്ങളുടെ ഓരോ വീട്ടിൽ വന്ന് കൈ പിടിച്ചിട്ട് പോകും. അവർ വോട്ട് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഇഷ്ടമാണ്. പിന്നെ ജനങ്ങളെ പിന്നെ അവർ ഒന്നിനും വില വെക്കണില്ല എന്നുള്ളതാണ്. പിന്നെ ജനങ്ങൾക്ക് പിന്നെ എന്താ വില ഉള്ളത്? നിങ്ങൾ തന്നെ പറയും. അല്ലെങ്കിൽ ഇപ്പോൾ അവർ ഈ ഒരു മുഖ്യമന്ത്രിനെ ഇപ്പോൾ അവർ തീരുമാനിക്കണ്ടേ? ഞാൻ പൊതുവേ എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു വികാരം ഞാൻ പറയുകയാണ് കേട്ടോ. അത് വേറെ ഇതൊന്നും നിങ്ങൾ കണക്കാക്കിലെടുക്കണ്ട. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് സിദ്ധരാമയ്യ വരുന്നുണ്ട്. ഇത്ര എന്തിനാണ്? മുഖ്യമന്ത്രി ആരാവണമെന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി ലീഗിൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. അപ്പോൾ വി ഡി സതീശനല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. വി ഡി സതീശനാണ് എന്നുണ്ടെങ്കിൽ എലക്ഷൻ കഴിഞ്ഞ റിസൾട്ടിൻ്റെ അന്ന് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടാവും, മനസ്സിലായില്ലേ? അതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ജനങ്ങൾക്ക് എല്ലാവരും തീരുമാനിച്ച് ഉറച്ചു ഒറ്റക്കെട്ടായി നിന്ന് എടുത്ത തീരുമാനമാണ്. വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രിയായിട്ട് വരുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 5 വർഷം മുമ്പ് പ്രതിപക്ഷ നേതാവായിട്ട് ഈ ഒരു പട നയിച്ച ആളാണ്. ആ ഒരു കാരണം കൊണ്ട് നമ്മൾ വി ഡി സതീശൻ്റെ പേരാണ് എല്ലാ ജനങ്ങൾക്കും. വി ഡി സതീശൻ്റെ ആ ഒരു ഫോട്ടോ ആണ് എല്ലാ ജനങ്ങൾക്കും. ഇപ്പോൾ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ ഓടി വരുന്ന ഒരു മുഖമുണ്ട്. വി ഡി സതീശൻ്റെ ആ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു മുഖമാണ് നമ്മുടെ മനസ്സിലേക്ക് എല്ലാവർക്കും ഓടി വരുന്നത് അല്ലേ? നിങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ ഒരു മുഖം മായ്ച്ച് കളയാൻ വേണ്ടിയിട്ട് പല ആളുകളും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു മുഖം മാറ്റി കളയാൻ ജനങ്ങൾ സമ്മതിക്കില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ എന്തെങ്കിലും ഒരു വില കൽപ്പിക്കുന്നുണ്ട് എങ്കിൽ വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രിയായി വരണം. വേറെ ആരും മുഖ്യമന്ത്രിയായി വന്നാലും പറ്റില്ല. ഇപ്പോൾ കെ സിക്ക് വരാം, കുഴപ്പമില്ല, ശക്തനായ നേതാവ് തന്നെയാണ്. പക്ഷെ കെ സി അടുത്ത കാലത്തൊന്നും ഇവിടെ കേരളത്തിൽ ഉണ്ടായിരുന്നല്ലോ, MP ആയിട്ട് ജയിച്ചു പോയ ആളല്ലേ. അതേപോലെ കഴിഞ്ഞ 5-10 വർഷങ്ങളായിട്ട് അവിടെ തന്നെയാണ്. ഹൈക്കമാൻഡിൻ്റെ ഒരു ടീമിലൊരു അംഗമാണ് കെ സി അല്ലേ? ഇപ്പോൾ കെ സിനെ നമ്മൾ കുറ്റം പറയല്ല, നമ്മൾ നല്ലൊരു നേതാവാണ്. കെ സിനൊന്നും ആരും വിട്ട് പറയുന്നുമില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഹൈക്കമാൻഡിലത്തെ ഒരു ആയതുകൊണ്ട് തന്നെ ഈ MLA സ്ഥാനങ്ങൾക്കുള്ള പേരുകൾ ഉണ്ടാവുമല്ലോ, ആ പേരുകളൊക്കെ കേരളത്തിലേക്ക് വേണ്ടിയിട്ട് ആരാര് വരണം, ഏത് സ്ഥലത്ത് ഏത് ആൾ വരണം എന്നൊക്കെ ഏകദേശം തീരുമാനിക്കാനുള്ള ചുമതലയൊക്കെ അങ്ങേർക്ക് തന്നെ കിട്ടിയിരിക്കുന്നത് അവിടെ. എന്താ വെച്ചാൽ കേരളത്തിലത്തെ കാര്യങ്ങൾ പറയാനും കേരളത്തിലത്തെ എല്ലാ കാര്യങ്ങളും നിർദ്ദേശിക്കാനും ഒക്കെ അവിടെ ഇരുന്നിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ, ഈ ആലത്തൂർ, പാലക്കാട് ജില്ല, അപ്പോൾ ഇവിടെ ഞാനും ഒരു MLA പോസ്റ്റിങ്ങിന് ഒരു പേര് കൊടുത്തു വയ്ക്കാം. നമ്മുടെ ഇവിടുത്തെ ടീമുകളൊക്കെ എൻ്റെ പേരും കൊടുത്തു. അതേപോലെ എൻ്റെ പോലെ ഒരു 3-4 പേരുടെ പേര് കൊടുക്കും. അതൊക്കെ പേര് കൊടുക്കാനുള്ള അംഗീകാരം തീരുമാനം മാത്രമാണ് നമ്മുടെ ഇവിടെയൊക്കെ ഉള്ളൂ എന്നാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലാക്കില്ലേ? അപ്പോൾ അത് ഒക്കെ നേരെ പോയി നമ്മുടെ ലാസ്റ്റ് എത്തുക നമ്മുടെ ഹൈക്കമാൻഡിൻ്റെ അടുത്താണ് ലാസ്റ്റ് എത്തുക. എന്നിട്ട് അവർ അതൊന്ന് തീരുമാനിക്കണം. അവർ നോക്കും നല്ലവരാണോ, അതേപോലെ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ജനങ്ങൾക്ക് ചെയ്യുന്നുണ്ടോ, അതേപോലെ ജനങ്ങൾക്ക് എങ്ങനെ ചെയ്തു എന്നുള്ളത് ആ ഒരു 3-4-5 പേരിന്ന് സെലക്ട് ചെയ്തിട്ട് ഒരാളിനെ വിളിക്കും അല്ലേ? ഒരാളുടെ പേരല്ലേ നിർത്താം, ഒരു സ്ഥാനാർത്ഥിനല്ലേ നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ എന്നെ നിർത്തിയെന്ന് വെക്കാം.
അപ്പോൾ എനിക്ക് കേസ് കോൾ ചെയ്യും. അത് സ്വാഭാവികമായിട്ടും അത് അങ്ങനെ തന്നെയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ കേരള ഇതൊക്കെ ആയിട്ട് പിന്നെ മറ്റേ ഹൈക്കമാൻഡിലൊരു അംഗം കൂടിയല്ല അദ്ദേഹം. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചേ പറ്റുള്ളൂ. ഇതിങ്ങനെ വിളിക്കും, സുൽഫി എന്താണ് നിന്നെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ പ്ലാൻ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, വേറെ 2-3 പേരുടെ പേരൊക്കെ ഞങ്ങൾ തള്ളി മാറ്റിയിട്ടുണ്ട്, അപ്പോൾ ഉറപ്പല്ലേ, അപ്പോൾ എന്തായാലും പാർട്ടിക്ക് വേണ്ടി നന്നായി ഒക്കെ പ്രവർത്തിക്കില്ലേ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ ഞാൻ എന്ത് ചെയ്യും? ആ KC സാറേ ഓക്കെ കുഴപ്പമൊന്നുമില്ല, ഞാൻ നല്ല രീതിയിൽ പ്രവർത്തിക്കാം, നിങ്ങൾ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല എല്ലാ വീടുകൾക്കും പോയി എല്ലാ കാര്യങ്ങളും അവരുടെ നല്ല കാര്യമൊക്കെ നമ്മൾ നോക്കി ചെയ്യും സാറേ എന്നല്ലേ നമ്മൾ പറയുള്ളൂ. അപ്പോൾ എന്തായി? അപ്പോൾ KC ആയിട്ട് നമുക്ക് നല്ലൊരു ബന്ധങ്ങളായി ഇല്ലേ? അതേപോലെയാണ് ഈ കേരളത്തിലത്തെ എല്ലാ MLA-കളും KC ആയിട്ട് ബന്ധം. അപ്പോൾ KC ഇപ്പോൾ പൊതുവെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഹൈക്കമാൻഡിലുള്ള ആളായതുകൊണ്ട് ഈ ഒരു സ്ഥാനങ്ങൾക്ക് മോഹം വെക്കാൻ പാടില്ല. ആദ്യം ഒന്ന് അത് ആദ്യം തന്നെ കോൺഗ്രസ് ഒരു ഉറച്ച തീരുമാനം ഇനിയെങ്കിലും എടുക്കണം. കോൺഗ്രസ് രാഹുൽ ഗാന്ധി ഇനിയെങ്കിലും എടുക്ക്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൈക്കമാൻഡിൽ അംഗങ്ങളായിട്ടുള്ള ആളുകളാണെങ്കിൽ സ്ഥാനങ്ങൾക്ക് മോഹം അവർക്ക് വരാൻ പാടില്ല എന്നുള്ളൊരു നിയമം വെക്കും നിങ്ങൾക്ക്. അപ്പോൾ KCക്ക് സ്വാഭാവികമായിട്ടും എന്താ വെച്ച് കഴിഞ്ഞാൽ ആരായാലും ഒരു മുഖ്യമന്ത്രി സ്ഥാനം കിട്ടണമെന്നുണ്ടാവും. അദ്ദേഹം ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ആയിരിക്കില്ല മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുക എന്നുണ്ടെങ്കിൽ കേരളത്തിലേക്ക് ഒരുപാട് നല്ല കാര്യങ്ങളും അതേപോലെ ഇനി കോൺഗ്രസിന് ഒരുപാട് സീറ്റിലേക്ക് ഇനിയും എത്തിക്കാനുള്ള പ്ലാനുകളൊക്കെ ഉണ്ടാവും. അദ്ദേഹത്തിന് കുറ്റം പറയല്ല. പക്ഷെ അദ്ദേഹം ആ ഒരു പോസ്റ്റിൽ ഉള്ള കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം നിൽക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ MLA-കളൊക്കെ പിന്തുണയ്ക്കുക അദ്ദേഹത്തിന് തന്നെയാണ്, കേസിന് തന്നെയാണ് പിന്തുണയ്ക്കുക. അതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഇതേപോലെ തന്നെ കേരളത്തിലെ എല്ലാ MLA-ക്കും ആദ്യം തന്നെ വിളിച്ചിട്ടുണ്ടാവും, നമ്മൾ പറയുന്നത് കേൾക്കണം, അതേപോലെ കേരള നമ്മൾ എന്താണോ പറയുന്നത് ഹൈക്കമാൻഡ് പറയുന്ന പോലെ അതേപോലെ നിങ്ങൾ തീരുമാനിക്കുന്നതൊക്കെ അതിൻ്റെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ KCക്കാണ് എല്ലാ MLA-കളും പിന്തുണയ്ക്കുക, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ജനങ്ങൾ VD സതീഷിനെയാണ്. ജനങ്ങൾക്ക് ഇപ്പോൾ ഇതൊന്നും അറിയില്ലല്ലോ. ജനങ്ങൾ തീരുമാനിച്ച് ഉറപ്പിച്ച നേതാവ് VD സതീശൻ തന്നെയാണ്. VD സതീശന് വേണ്ടി തന്നെയാണ് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു 102 സീറ്റിലേക്ക് ജയിപ്പിച്ച് എടുത്തത് VD സതീശൻ മുഖ്യമന്ത്രി ആവാൻ വേണ്ടി തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പം ലീഗൊക്കെ നമ്മുടെ VD സതീശൻ്റെ പേരാണ് ആദ്യം മുന്നോട്ട് വെച്ചേക്ക്. ലീഗിനൊന്ന് തട്ടി മാറ്റണ്ട. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ലീഗ് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തും നടക്കും. ഇപ്പോൾ മനസ്സിലായില്ലേ? 102 സീറ്റ് ജയിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ഈ ഒരു ഇത് മറിക്കണമെങ്കിൽ കൂടിയിട്ട് ഇപ്പോൾ ലീഗിനെ കൊണ്ട് സാധിക്കും. ഇപ്പം നിറയെ പേര് ലീഗ് ഒന്നും പറയണ്ട, ഞാൻ ആർക്കും രാഷ്ട്രീയമായിട്ടോ മറ്റുള്ള കാര്യങ്ങളായിട്ടോ ഒന്നും സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നുമല്ല പറയുന്നത്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അതേപോലെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ആളുകൾക്ക് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ലീഗിന് നല്ല പിടിയുണ്ട്. ലീഗ് മുറുക്കി പിടിക്കുകയാണെങ്കിൽ ലീഗ് പറയുന്ന ആളുകൾക്ക് എത്തും. കാരണം എന്താണെന്നറിയോ? ലീഗിന് പറയാനുള്ള അവകാശമുണ്ട്. ലീഗ് അത്രയും സീറ്റുകളിൽ ജയിച്ചിട്ടുണ്ട്. 22 23 സീറ്റുകളിൽ ലീഗ് ജയിച്ചിട്ടുണ്ട്. അപ്പം ലീഗിൻ്റെയും ഒരു പിടിയുണ്ട് കയ്യിൽ. മനസ്സിലായില്ലേ? അപ്പം ലീഗ് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തും നടക്കും. അതിൻ്റെ ഈ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല, മറ്റുള്ളതിലൊക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ആ ലീഗിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സിദ്ധരാമയ്യ വരുന്നത്. എന്തിനാ വരുന്നത്? നിങ്ങൾക്ക് വല്ല പിടിയുണ്ടോ? സിദ്ധരാമയ്യ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടക മുഖ്യമന്ത്രിയാണ്. ലീഗിൻ്റെ അടുത്ത് പറയാനായിരിക്കും ഇങ്ങനെയാണ്, നിങ്ങൾ പിടിവാശിയിൽ നിൽക്കല്ലേ, നിങ്ങൾ ഈ VD സതീഷിൻ്റെ പേര് ചിലപ്പോൾ പറയില്ലേ, അത് ചിലപ്പോൾ പറയുമോ, അത് നമുക്കറിയില്ല. അദ്ദേഹം വന്നു കഴിഞ്ഞാലേ നമുക്കറിയാൻ പറ്റുള്ളൂ. അവിടെ നല്ലൊരു ഭരണം കാഴ്ചവെച്ചിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് സിദ്ധരാമയ്യ. മനസ്സിലായില്ലേ? നല്ല കർണാടകയിലെ അടിപൊളി ഭരണമാണ്. ഞാൻ കർണാടകയിലൊക്കെ പോണ ആളാണ്. അപ്പോൾ കർണാടകയിലെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ കൊതിയാവും, ഇത്രയും നല്ല ഭരണം കാഴ്ചവെച്ചിട്ടുണ്ടോ എന്ന്. അപ്പം ലീഗ് VD സതീശൻ്റെ പേര് പറയുന്ന കാരണം കൊണ്ടാണ് ഈ ഒരു മുഖ്യമന്ത്രിയുടെ ഈ ഒരു ഇതിങ്ങനെ വൈകി പോണത്. നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് തീരുമാനമെടുക്കാൻ പറ്റാത്തത് കൊണ്ടല്ല എന്നുള്ളത് ഇപ്പോൾ ജനങ്ങൾക്കൊക്കെ പറ്റുന്നുണ്ട്. പക്ഷേ ഇനി നമ്മൾ രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് ഈ ലേറ്റ് ആക്കുന്നത് എന്നുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 നേതാക്കളും ഒരേപോലെ നിൽക്കുകയാണ്. MLA-മാർ ഫുള്ളായിട്ട് KCക്കും ജനങ്ങൾ ഫുള്ളായിട്ട് VDക്കും സപ്പോർട്ട് ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധി എന്ത് ചെയ്യും? ഈ ഒരു ഹൈക്കമാൻഡിലുള്ള ആൾ തന്നെ എനിക്ക് തന്നെ സീറ്റ് വേണം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ
രാഹുൽ ഗാന്ധി എന്ത് ചെയ്യും? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. ഒരു മനുഷ്യൻ എന്ത് ചെയ്യും? രണ്ട് തട്ടും ഒരേ തട്ടാണ്. രണ്ടുപേരും പ്രാപ്തരായ നേതാവാണ്. രണ്ടുപേരും നല്ല ഭരണം കാഴ്ചവെക്കാൻ പ്രാപ്തരാണ്, ശക്തരായ നേതാവാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി ആരുടെ പക്ഷത്ത് നിൽക്കും? രാഹുൽ ഗാന്ധിനെ നമ്മൾ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് വേറെ നിവൃത്തിയില്ല. ഈ പാർട്ടി പിരിയാൻ പാടില്ല, പാർട്ടി രണ്ടാകാൻ പാടില്ല, ഒറ്റക്കെട്ടായി നിൽക്കണം. ഈ ഒരു 102 സീറ്റിൽ വന്നത്. പക്ഷെ അങ്ങനെയൊക്കെ എടുക്കണം രാഹുൽ ഗാന്ധി എന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ പക്ഷം നോക്കിയേ പറ്റുള്ളൂ. ജനങ്ങളാണ് തീരുമാനിക്കുക. ജനങ്ങളുടെ തീരുമാനം എടുക്കുക എന്നുണ്ടെങ്കിൽ ഈ ഒരു പാർട്ടി ഇനി അടുത്ത ഇലക്ഷനിൽ 2 സീറ്റ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 120, 130, 140 സീറ്റൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. രാഹുൽ ഗാന്ധി ജനങ്ങളെ വില ഇരുത്തി മുഖ്യമന്ത്രി സ്ഥാനം തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും നോക്കിക്കാണാം. നമ്മുടെ രാഹുൽ ഗാന്ധി നമ്മുടെ ആരുടെ പേരാണോ, KCയുടെ ഇതാണോ അതോ VDയുടെ പേരാണോ പറയുന്നത് എന്ന് നമുക്ക് നോക്കിക്കാണാം. അതേപോലെ തന്നെ സിദ്ധരാമയ്യ ഇപ്പോൾ കേരളത്തിലേക്ക് വരുന്നുണ്ട്. ലീഗിൻ്റെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ലീഗിൻ്റെ നിലപാട് മാറ്റുമോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ലീഗ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തും കോൺഗ്രസ്സിൽ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നടക്കും എന്നുള്ളത് തന്നെയാണ് കേട്ടോ.